ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് കുറെ കാലത്തിന് ശേഷം അപ്പളാ വ്ളോഗൊക്കെ വരുന്നത്. അത് എനിക്ക് പല്ല് പറിച്ചു, പിന്നെ അതിനിപ്പോ പനിച്ചു ചെയ്ത് 2 ആഴ്ച റെസ്റ്റിനും സ്കൂൾക്കൊന്നും പോകാതെ ഈ തിങ്കളാഴ്ച മുതൽ സ്കൂൾക്ക് പോകണം. അപ്പൊ ഗൈസ് എന്താ പരിപാടി എന്താ വെച്ചാൽ ചെറിയൊരു ഫാമിലി വ്ളോഗ്. ഞങ്ങൾ എന്താ പൂള് പറിക്കാൻ പോവാ. താത്തണ്ട് അവിടെ തുമ്പിണ്ട്. താത്താന്റെ പ്രൊഡക്റ്റ് എല്ലാവരും ഉണ്ട്. പിന്നെ പിന്നെ ഇമ്മകടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. അല്ല ബസ് അപ്പൊ എന്ത് പരിപാടി അതാണ്. ആ പൂള പറിച്ചിട്ട് എന്താ പ്ലാന്? പറിച്ചിട്ടുള്ളൂ, വെക്കണമെന്നില്ല. ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പൂള പറിച്ച് അപ്പൊ അടുത്ത് പോയി പൂള പറിച്ച് അവിടെ എന്തൊക്കെ കാട്ടാണ്. എനിക്കെന്തെങ്കിലും ഒന്നും കാട്ടാനില്ല. ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാ പുളിയും കൊണ്ട്. എന്നാലും അവിടെ വെച്ചുണ്ടാക്കി ഫുൾ ഫുഡ്. അപ്പൊ ഗൈസ് നമുക്ക് ഏതായാലും ഞങ്ങളെ പാടത്തേക്ക് പോയി പാടത്തേക്ക് പോയി അവിടെ പൂളൊക്കെ പറിക്കുന്ന വിഷ്വൽസ് ആണ് ഗൈസ്. അപ്പൊ നമ്മളിതാ പൂളത്തോട് എത്തിയിരുന്നത്. ഞങ്ങൾ പൂള പറിക്കാൻ ഇറങ്ങിയതാ. പൂള പറിക്കാനേ ഡിസ്കളില്ലേ, ഞാൻ ചായ പോലും കുടിച്ചില്ല, എന്നെ നീപ്പിച്ചേക്കാണ്. ഞങ്ങള് നീച്ചിട്ട് പോയില്ല. ഇതിലാണെങ്കിൽ വന്നതാക്കണേ, കൈക്കോട്ടില്ല, കത്തില്ല, ചാക്കില്ല, ഒന്നുമില്ലാതെ വെറുതെ ഡിസ്കായി വന്നിക്കണേ. ഇതൊക്കെ കണ്ടോ? അതൊക്കെ ഞാൻ പൂള പറിച്ചത് ചെറുപ്പം മുതൽ ഞാൻ പൂള തൊട്ടിലാണ് പറഞ്ഞിട്ട്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇമ്മ പറഞ്ഞില്ല, അതാണ്. അപ്പൊ നമുക്ക് പോയേക്കാം. എവിടെ കിണറൂടെ നല്ല വൈക്കൂടെ പോയിക്കൂടെ? പകുതി എത്തിയപ്പോ ഞങ്ങള് കൈക്കോട്ട് എടുത്തതോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചാക്ക് എടുത്തിട്ടില്ല. അതിൽ പിന്നെ ചാക്ക് എടുത്തു. പിന്നെ അതുപോലെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് കൈക്കോട്ട് വേണ്ടില്ല, കത്തി എടുത്തുട്ടോ. എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എങ്ങനെ അറിയാ പൂള പറിക്കാൻ വന്നു. ഡിസ്കൈ കാണല്ലേ തുമ്പി? ഇത് മൂത്തിക്കണ എങ്ങനെയാ അറിയാന്ന്? കർഷകരല്ലേ, ഞാനല്ലേ എനിക്ക് പറിക്കാനല്ലേ അറിയുള്ളൂ, മൂത്തല്ലേ. ഓള് പറഞ്ഞേ ഓളൊക്കെ ആദ്യം പൂളത്തോട്ടുണ്ടായി. അപ്പൊ എന്റെ വല്യപ്പ പണ്ട് കർഷകരേനു. മീന് കിണറ് കണ്ടുപിടിച്ചു. അത് കിണറ് ആടാ, അവിടെ സമുദ്ര നമുക്ക് വെള്ളം അടിച്ചിട്ടുണ്ടോ ഫുള്ള്. വല്ലപ്പോ ഇതൊക്കെ ആടെ ചെത്താൻ വരണേ. അടിച്ചടാ. ഇതൊക്കെ കാണണം. കയ്യുമ്പേ അതോ മസിൽ കൊണ്ടിയപ്പോ എക്സ്ട്രാ മസിൽ കൊണ്ടിയാ ഷോക്കൊന്നുമില്ല. മൈക്കില്ലാണ്ട് പണ്ട് കാര്യം ഉണ്ടാവില്ലോ. ഡിസ്ക് മോളും അതേ പറഞ്ഞേ. അപ്പൊ ആദ്യം നിന്ന് പൂളതിന്റെ ഇതിലിപ്പോ പൂള എവിടെ? ഈ ഡയലോഗ് കൂടി പറയണേ പറഞ്ഞിട്ട് എനിക്ക് അതൊക്കെ കേക്കുണ്ടോ? ഒക്കെ പറയണ കേക്കും. കിണറിന്റെ അടുത്തുണ്ടോലോ കിണർ പൊട്ടൻ എവിടാ? ഇതാ പൂള. അപ്പൊ മൂപ്പരേ പറിച്ചോണ്ടൊക്കെ. സോനുവോ ആദ്യമായിട്ടാണേ പൂള പറിച്ചാ വരുന്നത്. അതുകൊണ്ട് പൂള എവിടെയാതൊന്നും അറിയില്ല. ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി പാടത്ത് വരെ എത്തി ഗൈസ്. പൂള പറിക്കാൻ മാപ്പിളിന്റെ തൊട്, അതുകൊണ്ട് ഓൾക്ക് അറിയില്ല. കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? എന്നിട്ട് തൊടുക്കൊന്നും കൊണ്ടിട്ടില്ല. വീട് വന്നിക്കണടാ ഇപ്പൊ അല്ല ഇവിടെ പറഞ്ഞ കിണറിന്റെ താഴത്താണ് പറഞ്ഞു. കിണറിന്റെ താഴെ ഇവിടെ അതങ്ങനെ ഇതൊക്കെയാണ് പൂള. ഇതൊക്കെ പൂള പറിച്ചതാവല്ലേ. മൂപ്പരൊക്കെ പറിച്ചു കൊണ്ടുപോയി. മൂപ്പര് അല്ല നമ്മള് വന്നപ്പോ എടാ അതല്ല, ഇത് പൂളത്തോട്ടല്ലടാ, കവുങ്ങിന് തണലായിട്ട് പൂള വെച്ചതാണ്. അതൊന്നും അറിയില്ല, കൊറേ അവിടെ ഉണ്ടാവും. പോയൊക്കെ പൂള കവുങ്ങിനില്ലേ പാടത്തിണ്ടല്ലോ ഇങ്ങനെ കണ്ടം തിരിച്ചിരിക്കുന്ന എന്താ പറയുക, ഓരോരുത്തരുടെ ആയിരിക്കും. നമ്മള് പോയി കണ്ടോലെ പൂള പറിക്കേണ്ടി വരും. അല്ല, ഇത് കവുങ്ങിനെ കവുങ്ങ് ചെറിയ തയ്യാന്ന് അതിന് തണലായിട്ട് വെച്ചതാണ് പറഞ്ഞു. നമുക്ക് പോയൊക്കെ ഞാൻ എന്റെ ഫോൺ എടുത്തിട്ടില്ല. ഏത്? ഇതൊക്കെ തന്നെയാണ്.
എടി ഈ കമ്പിയിലിട്ടാണ് ഞാൻ പറയട്ടെ ഈ എത്ര ഇവിടെ ഒരു 10 ആ ഒന്നിച്ചും അറിയില്ല ഓരോ സ്ഥലത്ത് കുത്തി ഉണ്ടാവില്ല അത് സത്യം പറട്ടെ ഈ കാണികള് വരുത്തേ ആരാന്റെ തൊടുവെന്ന് പറിച്ചാണ് ആരാന്റെ തൊടുവില്ല ഇനിയിപ്പോ നമ്മള് വേറെ തൊടുന്നത് പറിച്ചാൽ എന്റെ അളിയാതാണ് വാങ്ങും. ആ അത്രേ ഉള്ളൂ. ഓ അളിയാൻ അത്രക്ക് റിച്ചാണ് ഓൻ ഉദ്ദേശിക്കുന്നത്. അത്രക്ക് റിച്ചാണ്. എവിടെ ഞാൻ വില പോണേ ഞാൻ ഡിസ്ക് എടാ അന്റെ ഫോൺ എടുത്ത് അടയാക്കാക്കൊന്ന് വീഡിയോ കോൾ വിളിച്ചാലോ? മഹേന്ദ്ര ബാഹു മുർഷിദേ വേറെ തൊടുന്ന് പറിച്ചാൽ അളിയാക്ക് അതാണ് വാങ്ങും. അളിയാക്ക് ബാറ്റ്മാനാണ്. അത് മതി, അതല്ല നമുക്ക് ആവശ്യം. തൊടില്ല നമ്മൾ തന്നെ അല്ലേ അനു തന്നെ അല്ലേ? ആ അതന്നെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് കുഞ്ഞാന്. കാര്യം അറിയാത്ത ഓള് വേണ്ട അവിടെ നിന്നാ മതി. എന്നെ വലിച്ച പിന്നെ ഞങ്ങൾ വരണ്ടേ. വാ മോളോ ചാക്ക് പിടിക്കൂ. അല്ലടാ ഒന്ന് മണ്ണുണ്ട് ഇതുകൊണ്ട് കളിച്ചു തരണോ? ഓ മഹേന്ദ്ര ബാഹുബലി മോനോ അയ്യൊന്നുമില്ല. പൂളുണ്ടാകും. പൂള അതിന്റെ ഉള്ളിലുണ്ടാവും. മറ്റേ സാധനം തന്നെ ആ സൈഡൊക്കെ പൊട്ടിക്കണം. ആ കേട നിക്കണ കൊഴപ്പല്ല. ഇത് കൊറേ പഠിച്ചാൻ വൈകിട്ടേ. പൂളൊക്കെ ഡിസൈൻ ഒക്കെ ഉണ്ട്. മോള് ഫോൺ എടുത്തുക്കണോ? ആരെയും ഫോൺ എടുത്തുക്കണോ? എന്നാ അടയാക്കാക്ക് വീഡിയോ വിളിച്ചിട്ട് ഒന്ന് വിളിച്ചിട്ട് അടയാക്കാക്കേ ഇത് കേട നിക്കണോന്നിട്ട് അങ്ങനെയൊന്നും ചവിടുക്ക് വെക്ക്. അത് അവിടുക്ക് വെക്ക് മോനെ. തോട്ടിക്ക് ചാടിച്ചല്ലേ അത് വേണ്ട. ഇവിടെ കള്ളുടിയമാര് എല്ലാരും പറയണ്ട് കട്ടപ്പാനിലെ കൃത്യരോഷനല്ലേ? അതിന്റെ അടിയിട്ട് അത് ആ അടിയിട്ട് ചെറിയൊരു കട്ടപ്പാനിലെ കൃത്യരോഷൻ പിലാക്കോട്ട് സൗദ് എല്ലാവരും ആളിയാക്കാക്ക് വീഡിയോ കോൾ വിളിച്ചോട്ടെ മകനെ. അല്ലെങ്കിൽ ഇപ്പൊ പോകൂല നമ്മള് സൗദ്. ഇത് ഡിസ്ക് എല്ലാന്നും കടിച്ചിന്. ഇത് വേസ്റ്റ് വളം വരുന്നുണ്ട് ഇതില്. ഫോണ് ഫൂൾക്ക് പൊന്തിച്ചല്ല ബലല്ലാക്കാ. ആ നിന്നിട്ട് എന്റെ മൂത്താപ്പ ഇപ്പ ഞാൻ ചെറുപ്പം മുതൽ അവിടെ വെച്ചത് കൊണ്ട ചാക്കൊണ്ടായിക്ക് ഇങ്ങനെ ഇടാം നമുക്ക്. ചാക്കോ ബലം പിടിച്ചല്ലേ ആ ചുണ്ട് വിട്ടു. സോനു എനിക്ക് പല്ല് എന്റെ ഇതായതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. കൊണ്ട് എന്നെ കൊണ്ട് ഒന്ന് കളപ്പിച്ചിന് ഞങ്ങള്. കളച്ചാ ചോരേ കയറാം. വീഡിയോ കോൾ വിളിച്ചു നിങ്ങൾക്ക് ആഗ്രഹം ഉദ്ഘാടനം പറഞ്ഞാൽ എന്താ ഇവിടെ ഏത് ഭാഗത്താണ് ഈ വലിയ കൊമ്പ വലിയ പൂള ഏതാണോ? ഞങ്ങക്ക് അങ്ങനെ ഈ വായന്റെ ഒക്കെ സൈഡ് കൂടെ അല്ലേ ഇത് അങ്ങേ തല വരെ ഉണ്ടോ? ഞങ്ങള് വന്നപ്പോ ഇവിടെ ഏതോ ഒരു കാക്ക ഓരോ കുറച്ച് പറിച്ചു കൊണ്ടുപോയി. അതിന് കാക്കോളെ പൂളല്ല. ഞങ്ങള് വന്നപ്പോഴേ ഹലോ ഞങ്ങള് വന്നപ്പോ ആരോ പറിച്ചു കൊണ്ടുപോണ്ട് ഒരു കീസില്. ആ കൊറച്ചൊരു തടിയൊക്കെ അല്ലേ ഒരു ഐറ്റം വെയിറ്റുള്ള കാക്ക. അയാൾ കൊറേ അതിന് പറിച്ചാൻ പറഞ്ഞിട്ട് ഇഞ്ഞോട് ഞാൻ പറിച്ചിട്ടില്ലേന്ന് പറഞ്ഞു കൊണ്ടുപോകാണ്. കൊറേ ഉണ്ട്. അത് ഞങ്ങള് വന്നപ്പോ അങ്ങോട്ട് കയറി പോവുകയാണ്. ആ ഇനിയിപ്പോ ഞമ്മള് ഒരു ഏട്ടനാണ് തോന്നുന്നുണ്ട്. എന്നായിക്കോട്ടോ എന്നാ ശരി. സത്യം ഞാൻ അവിടെ പരിപാടി അവതരിപ്പിച്ച അവസ്ഥ പൂളല്ലാണ്. നമുക്ക് തരാൻ പോവാ. അങ്ങോട്ട് ഇറങ്ങിക്കാം. ഇത് തൊടുപ്പ് എന്താ അറിയോ? കവുങ്ങുണ്ട്, വായുണ്ട്, പൂളി മിക്സഡാണ്. അപ്പൊ കവുങ്ങ് വായ പൂളത്തോടു അതാണ് ഇതിന്റെ പേര്. കൊത്തിക്കോ അത് കേടന്നാണ് എടുക്കണ്ട. കേടന്നു ഇതൊന്ന് കൊത്തിക്കോ. ഇതൊന്ന് അടുത്ത് മൈക്കല്ലോ എടുക്കണ്ട. അടിച്ചോളാ അടിച്ചോ. ആ സൗണ്ട് ഒക്കെ ഇതിലും കേൾക്കുണ്ടാവും. ഇതൊന്ന് എടുത്താ മണിപ്പൂവേ അത് വെക്കണില്ലേ? കിട്ടണില്ല.
അടുത്ത ആനാന്റെ തൊടുന്നു പോയി പറിച്ച അന്തസ്. ഓ തെളിഞ്ഞ വെള്ളം നിങ്ങൾ ചാടിയാലോ മൂടാവും. ഇനി വരും ഇങ്ങോട്ട് ഇവിടെ അങ്ങനെ ഉണ്ടാവല്ലോ. ഇജൊരു മലയാളി ഞാനൊരു സൗദിയാളി തൊഴിലാളി തുമ്പൊരു കൈവേറി. എടാ കാക്ക പറിച്ച സ്ഥലം കൂടി കാണില്ലല്ലോ. പൂള പോയി ഞങ്ങളും പോയി. എടാ ഭയങ്കര വലുത് വേണ്ട ഒരു പാകത്തെ വലിപ്പം നോക്കുന്നാലേ കാര്യം അയക്കുക. എന്തിട്ടാലോ അയ്യോ അല്ലാ പഠിച്ചറമ്പേ. എന്തൊക്കെയോ പറിച്ചിട്ടാണ്. അയാള് കത്തിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അയാള് വെറും കജ്ജോണ്ട് എടുത്ത് കൊണ്ടേതേ കാര്യം. പൂള ഇതൊക്കെ മറിച്ചിരുന്നല്ലേ. ഇതാണ് പൂള. സുഹൃത്തുക്കളെ നിങ്ങൾ പൂള പറിക്കാൻ വരുമ്പോ ഇങ്ങനത്തെ ചാപ്പലുകളൊന്നും കൊണ്ടുവരുത്. ഒറ്റ പർദ്ദ കിട്ടാണ്ട് സ്റ്റാൻഡേർഡിലൊന്നും. സ്റ്റാൻഡേർഡിലാണ് ഞാൻ പെരയുന്നത്. ഞാനും കാക്കിയാണ് പെർഫെക്റ്റ്. ഞാനോ ഈ പെർഫെക്റ്റ് അല്ല. പാമ്പുണ്ടോക്കിക്കോളി എക്സ്പേർട്ട്. ഇതൊക്കെ ഓക്കെ അല്ലേ? നിങ്ങൾ പാമ്പ് കടിക്കും. ഇതൊരു പൂള ഇതൊരു പൂള. എടാ ഇതൊക്കെ മൂപ്പേറിയിക്കണടാ. എന്താ പൂളല്ലേ? ഉള്ളിലുണ്ടാവും. കാട് തെളിച്ചോ? വെട്ടി അവിടെ വെട്ടി ആ സൈഡിൽ വെട്ടി. നോക്ക അയാള് വെട്ടിയത് നോക്ക അത്ര വലിപ്പല്ല അതിന്റെ കൊമ്പോക്ക്. അയാള് അത്ര മൂക്കണിന് മുന്നേ നമ്മക്ക് ഇപ്പൊ ഇതേ പറിക്കാനുള്ളൂ. നമുക്ക് ഈ പൂളിനോട് പറയാം പൂളെ കുറച്ച് വണ്ണം കുറയാ നമുക്ക് വെട്ടറാണ്. അത്ര വട്ടല്ല അത് അത് മോസോട്ടാ അത് അത് പറിച്ചിട്ടല്ലേ. വെച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല പൂളമരം പുളമാരല്ല കൗങ്ങിന് തണലാണ്. ഓൾറെഡി ആയി. കൗങ്ങിന് തണലോ എന്നോ വെച്ചതാണ്. ഇപ്പോഴും നമുക്ക് വേണ്ടിയ പറിച്ച രണ്ടെണ്ണം വളർന്ന് എത്ര വളർന്നു. വെട്ടിട്ട് നമ്മളോ ആ മൈക്ക മോനെടുത്താ അവളെ കുട്ടിക്കാരൻ ചോദിക്കട്ടെ. പൂളക്കാരൻ അവളെ ജനിച്ചത് മുതല് കത്തുണ്ടോ ജനിച്ചത് മുതല് പൂളത്ത് എഴുന്ന തുള്ളി വരണേ അല്ലേ? അല്ല പാടത്ത് ജനിച്ചത് അന്ന് ഹോസ്പിറ്റലൊന്നുമില്ലേ? പാടത്ത് ജനിച്ചൊരു കുട്ടീനെ എന്റെ കാക്ക കിട്ടിയണേ. എന്തൊരു ഭാഗ്യം. പാടത്ത് ജനിച്ചല്ല കാട്ടുജാതികൾ ഇങ്ങനെ ആദിവാസികളൊക്കെ ഇങ്ങനെ അപൂർവമായി പാടത്ത് കിട്ടാം. ഞങ്ങൾ തുമ്പി നേരെ പാടത്തൊക്കെ ജനിച്ചതാണ്. അത്രേ ഉള്ളൂ. ജനിച്ചു വീണു. ഞാൻ ഞാറൊക്കെ നട്ടു. നെൽകൃഷിയൊക്കെ ജനിച്ചപ്പോ തന്നെ നടന്നു. അത് വലിയൊരു കഴിവാണ്. ഏത് ആക്ടർ ഉണ്ടല്ലോ ഒരു വയസ്സ് 1.5 വയസ്സായപ്പോ കുളത്തിൽ കൊണ്ടിട്ട് നീന്താൻ ഇത് പഠിപ്പിച്ചു. ജനിച്ചപ്പോ തന്നെ നാറൊക്കെ നട്ടു പറയണേ. പിന്നെ അടുത്തത് പിന്നെന്താ ഞങ്ങക്ക് കൊറേ മറ്റേ കൃഷി ഉണ്ടായിരുന്നു. കൊറേ കൃഷി വെണ്ട പയറ് ഒക്കെ ഒരു തൊഴിലുണ്ട്. നാറിട്ടപ്പോ തന്നെ ഒക്കെ ഒരു തൊഴിലുണ്ട് നടത്തി. അതാണ് ഞങ്ങൾ തുമ്പിന്റെ പവർ. അപ്പൊ നിങ്ങൾ ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ നാറൊക്കെ തരാൻ കഴിവില്ലേ? അതിലും ഗേൾഫ്രണ്ടിനൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യാം. അപ്പൊ ഇതേമാതിരി പൊട്ടനൊക്കെ കിട്ടിയ ലൈഫ് ഫുൾ ചില്ലേ കാരണം അന്തരം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. എങ്ങനെ പൂളറിക്കും പൂളറിക്കാനല്ലേ അറിയാം. കുയില് ചളിക്കഞ്ഞി എടുത്തിട്ട് മോനെ ജമ്മിക്ക് ജിമ്മുണ്ടോക്കാം നമുക്ക്. മഹേന്ദ്ര ബാഹു ആണ്ടുണ്ട്. ഓ നല്ല അടിപൊളി പൂള കട്ട് ചെയ്തെടുത്തോളി ഉടനെ. ഇല്ല അത് മുറിഞ്ഞു ഇങ്ങോട്ട് വലിച്ച എന്റെ പള്ളം കൂടെ അതിനെ കൈക്കോട്ട് വേണം പറഞ്ഞു. അതാ വന്നിട്ട് മണ്ണായി പുൽക്കാ കുഞ്ഞിനു മുള്ളി പാടത്ത് ജനിച്ചതാത്തേ മുള്ളി തൊട്ടിയാണ്ട് അത് പണ്ടല്ലടാ. ഇപ്പൊ ഐ.ടി. പ്രൊഫഷണൽ ആയി പോയില്ലേ. മൂട് പൂള ഇത് മൂത്താപ്പാ. ഇതുവരെ പൂള തൊട്ടാണ് മൂത്ത് നോക്കട്ടെ. അങ്ങനത്തെ ഒരു കൈവക ഇതെങ്ങനെ കൊണ്ടുപോവാ? നല്ല വെയിറ്റ് ഉണ്ട്. അല്ല ജനിച്ചതേ പൂളന്നില്ല. അപ്പൊ കുറച്ച് മസിലൊക്കെ ഉണ്ടല്ലോ നോക്കട്ടെ.
എന്താ ഞങ്ങളെ അത് കാണിച്ചു കൊടുക്ക് മണ്ണിന്ന് മാന്തി എടുക്കുന്നേ. എന്താണ് ഞാൻ എന്റെ കൈമില് കണ്ടില്ല ചള്ളി. ഒരു പൂള എടുത്തതിന്റെ ഷോ ആണ് ഇപ്പൊ ഇത്. എന്തൊക്കെ കാണണം ഗൈസ് ഗൈസ് ഗൈസ്. നോക്കടാ നിന്റെ അടിക്കൊക്കെ ഉണ്ടാവും കാണിച്ചു കൊടുക്കും. മണിക്കര കൈമതുണ്ട് അവന്റെ കൈമല്ല. അയ്യേ അതിന്റെ തൊലിയൊക്കെ കട്ട് ചെയ്തെടുത്താ. സുഖല്ലേ ഓരോർക്ക് അത് ഞാൻ കളച്ചോ കൊഴപ്പല്ല. പൂള പൊരിക്കണ ഇഷ്ടം. പൂളപ്പൊരി ഇറച്ചും പൂളിയും വെച്ചത് ഇഷ്ടം. ആ അതൊക്കെ ഇഷ്ടം. ഞാൻ എന്തിട്ടിയാലും കഴിക്കും. അവള് പാടത്തിന് ജനിച്ചത് എന്തും കഴിക്കും, എന്തും കഴിക്കും. ചിലപ്പോ പുയ്ക്കളൊക്കെ കഴിക്കണം. ജനിച്ചപ്പോ തന്നെ കഴിച്ചത് പുയ്യാണ്. മോനുനോ ഇന്നലെ മോളെ ഉണ്ടാക്കണ്ടല്ലേ ഞാന് പൂളായിട്ട് ഷവർമ ഉണ്ടാക്കാണ്ടല്ലേ പൂള ഷവർമ്മ പൂളാണ്ട് ഒരു ബണ്ണ് പോലത്തെ സാധനം ഉണ്ടാക്കിട്ട് അതിന്റെ ഉള്ളില് ഫില്ലിങ്സ് ഒക്കെ ഇട്ടിട്ട് സാധനം. ബബിൾ ടീ ഉണ്ടാക്കും. പൂളോണ്ടാണ് ബബിൾ ടീ ഉണ്ടാക്കണേ. നാള് അവിടെ അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഒരു മനുഷ്യന്റെ അടി ഇത്ര വലുപ്പേനി തുമ്പി ജനിച്ചപ്പോ അവള് ഇങ്ങനെ നാറൊക്കെ ഇട്ടേനെ അല്ലെ. ഇത് കള്ളുകുപ്പി, അങ്ങനെ അറിയോ ഡിസൈൻ ഓഫ് കള്ളുകുപ്പി. ഓളെ പൂള അറച്ചാൻ പോയപ്പോ പൂളന്റെ അടിയിൽ കിട്ടിയാണ് അവളെ അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കട്ടയില നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു പൊട്ടത്തിയാന്ന് എല്ലാരും അറിയണം. അല്ല അല്ല പൂളത്തൊടിയിൽ ഞാൻ പ്രസവിച്ചാറ്. അപ്പൊ ജില്ലറിന് പാടന്ന് പ്രസവിച്ചത്, നാരട്ട പ്രസവിച്ചത്. പണ്ടുണ്ടേനെ ഒരു തക്കാളി കുട്ടി. എനിക്കറിയാം ഞാൻ താത്താരെ കുട്ടികളെ പഠിച്ചത്. എനിക്ക് കഥ ശരിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി. പ്രായമായിക്കണക്ക് കുട്ടികളുണ്ടാവില്ല. അതുപോലെ അയാള് മാർക്കറ്റിക്ക് പോയി. അപ്പൊ വലിയ തക്കാളി കണ്ടു. എന്നിട്ട് തക്കാളി വാങ്ങിയപ്പോ തക്കാളി മുറിച്ചു അതിന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ തക്കാളി കുട്ടി അറിയും. എന്നിട്ട് തക്കാളി കുട്ടി അറിയും. എന്നിട്ട് ആ കുട്ടി വലുതായി സ്കൂൾക്കൊക്കെ പോകുമ്പോ എല്ലാവരും അതിനാണ് ഇങ്ങനെ പറയാ തക്കാളി കുട്ടി കൂയി കൂയി തക്കാളി കുട്ടി. ഇത് എന്റെ മുളക് കൂട്ടിയത് വീട്ടിലെന്താണ്ട് പറയാ എന്താ അമ്മ എന്നെ എല്ലാവരും തക്കാളി കുട്ടി കൂയി കൂയി പറയാട് കേട്ടോ. അപ്പൊ അമ്മ അച്ഛനെ പറഞ്ഞെടുക്കലോ. ഞാൻ ഇസക്കൂനൊക്കെ പറഞ്ഞെടുക്കരുത്. ഡുംബടക്ക ഡുംബടക്ക ഡും തക്കാളി കുട്ടി കൂയി പറയണ പോലെ അങ്ങനെ കാറ്റ് പറഞ്ഞാൽ മതിയാരോ. അപ്പൊ അങ്ങനെ പറയുമ്പോ 2-3 കുട്ടികളുണ്ട് പറഞ്ഞതാണിത്. കുട്ടികൾ ചിലരൊക്കെ വെടിച്ചു കൊല്ലാം. എന്നിട്ട് അങ്ങനെ ഡുംബടക്ക ഡുംബടക്ക തക്കാളി കുട്ടി കൂയി അല്ലടാ ഓരോ പറഞ്ഞപ്പോ പൂളക്കുട്ടിന്ന് പറഞ്ഞപ്പോ ആ കഥ ഓർമ്മ വന്നപ്പോ പറഞ്ഞതാ. എന്നിട്ട് ആ കുട്ടികളൊക്കെ അങ്ങനെ പറയണോക്കെ 2 ഡിസ്കളെ പൂളക്കുട്ടി തക്കാളിക്കുട്ടി സോനോ. എന്നിട്ട് അങ്ങനെ പറയണോരൊക്കെ ബോധം കിട്ടു പോകല്ലോ. അങ്ങനെ വിളിച്ചണോരൊക്കെ തക്കാളിക്കുട്ടി തക്കാളിക്കുട്ടി ഡുംബടക്ക ഡും ഡും പറയുമ്പോ ബോധം കിട്ടുപോലോ. അങ്ങനെ ലാസ്റ്റ് സ്കൂളത്തെ എല്ലാവരും ബോധം കിട്ടുപോകും. ടീച്ചർമാരൊക്കെ ബോധം കിട്ടുപോലോ. അതില് വീട്ടിക്ക് ചെല്ലുമ്പോ അച്ഛനും അമ്മേനോട് ഇത് പറയുമ്പോ ഓൽക്കും ദേഷ്യം വരുമ്പോ ഓലും തക്കാളി കുട്ടി വിളിച്ചുമ്പോ ഓനും പറയാം കേട്ടോ. എന്നിട്ട് അവസാനം തക്കാളി കുട്ടി എന്താ കണ്ണാടിന്റെ മുന്നിൽ പോയി ഓനും പറയാം. അത്ര കഥ പൊട്ടൻ കഥ തക്കാളി കഥ ചളി. അനക്കാണ് അതിന്റെ കഴിവ് പറയും. ഇപ്പൊ മൈദിൽ വരുന്നില്ല, വരുമ്പോ പറഞ്ഞത് ഞാനൊന്ന് കൊളത്തട്ടെ. കൊളത്തല്ലേ കൊളത്തട്ടെ. വലിയ പോത്താളായിട്ട് തീരെ. ആളെന്റെ അനിയോ ഹലോ ഇതിന്റെ അച്ഛനാണ് കേട്ടോ. ഞങ്ങള് പൂള പറിക്കണത് വീടെടുത്തപ്പോ പവറായി. കുഞ്ഞാപ്പോ ആറ്റിറ്റ്യൂഡ് ഇളച്ചൻ അനുവിന്റെ. തോട് കുറച്ച് കളക്കണം. ചങ്കും ചങ്കും അവന്റെ ഒരു കഥല്ലേ മരത്തുമ്പോ കീഞ്ഞിറങ്ങിയ സ്കൂളിന്ന്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർമ്മല്ലോ എന്തോ കോളേജിൽ എന്തോ സീനുണ്ടേ. ക്ലാസ് ഇട്ടേക്ക് നേരെ ഓടി. ടീച്ചർ ആരെ പിടിച്ചാ വന്നപ്പോ എന്താട്ടി മരത്തുമ്പോൾ ചാടി ഇങ്ങനെ അടിക്കട്ട് ഇങ്ങനെ കീഞ്ഞു പോയി. എന്നിട്ട് കൈയൊക്കെ ആകെ മുറി. ഞങ്ങളൊരു സ്പൈഡർമാൻ കുഞ്ഞാപ്പൂ. അവന്റെ സ്വഭാവം തന്നെ തോന്നണം സത്യം. കുഞ്ഞാപ്പൂര് കുറവായി പറഞ്ഞപ്പോ ഫോൺ ഹീറ്റ് ആവാ പെട്ടെന്ന്. ഞങ്ങള് വന്നപ്പോ ഒരു കാക്ക കുറച്ചുകൊണ്ട് അപ്പൊ
ഞങ്ങള് ഇത് മൂത്തത് പറ്റൂല. ഇവർക്ക് പറ്റിയിട്ടില്ല കാക്ക പറിച്ചിട്ടുണ്ടായത് അത് കൊറേ നേരം പറ്റാത്തല്ല. എടാ അതിനെ പറയല്ല, അത് പറിച്ചത് എങ്ങനത്തെ കൊമ്പാണ് നോക്കിയിട്ട് അതേപോലത്തെ പറിച്ച. അതേപോലെ ഒന്നും ഉണ്ടാവില്ല. കുഞ്ഞാപ്പ് പറ കുഞ്ഞാപ്പ് കൊടുക്ക്, കുഞ്ഞാപ്പിന്റെ പവർ നോക്കട്ടെ. ജിമ്മിനൊക്കെ കൊണ്ടു ഞാൻ പോയി. നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. കുഞ്ഞാപ്പിന് കുറവായി, അതുകൊണ്ട് ഇനി കുഞ്ഞാപ്പ് പറിച്ചു. പെണ്ണ് തരുന്നുണ്ട് ഗൈസ്. ആ പൂള പറിച്ച കുഞ്ഞാപ്പിന് ഞാൻ പെണ്ണിട്ടേ കൊടുക്കും. എടാ നോമ്പാണ് കേട്ടോ. കുഞ്ഞാപ്പ് മതി. ഇതൊക്കെ കൊണ്ടോണ്ടേ ഡിസ്കൗണ്ട് ചാക്കും കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഒക്കെ അങ്ങനെ കൊണ്ടുപോവാ. കൂടുതൽ ആർക്കാൻ പറ്റില്ല, അതുകൊണ്ടാ വ്ളോഗ് എടുക്കാൻ സംസാരിക്കാൻ പറ്റില്ല രണ്ടാഴ്ച. കാരണം അങ്ങനെ അനക്കാൻ പറ്റില്ല. ചൊക്കനെ ചെയ്തു, ഇന്നലെ രാത്രി ചെയ്തു. ഞാൻ അഫി അതുകൊണ്ടഞ്ചാം ഫുൾ കറക്റ്റ് ചെയ്യുന്നു. ഓ ഇന്നലെയാണ് ഒന്ന് മര്യാദക്ക് പുറത്തിറങ്ങണേ. കയറിയത് എത്ര മണിക്കാ? 1:30. സൂര്യനെ എവിടുന്നാ മേലെ? ഞാൻ മഴയൊക്കെ വേഗം കരുതി മൂടായി. ഫോണാണെങ്കിൽ ചൂടാ വെയിലുണ്ട്. ഇന്നലെ പൊട്ടിച്ച് തരും, ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ കുടിച്ചില്ല. ആ പിന്നെന്തിനാ കുഞ്ഞാപ്പൊക്കത്തിനാ അടുക്കത്ത് മണ്ടക്കണ മോളെ നിന്റെ. അപ്പൊ ഗൈസ് നമുക്ക് ഞാൻ ഈ പൂളൊക്കെ പറിച്ച് ഡൊണേറ്റ് ചെയ്യണം എടുക്കത്താം. ഇന്നത്തെ ഈ പൂള പറിക്കൽ കുഞ്ഞാപ്പൂലെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. കൺക്ലൂഷൻ കുഞ്ഞാപ്പൂലേ പൂള പറിക്കുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പൂളയിൽ നല്ല കാപ്സ് ആണുള്ളത്. പറയൂ പറയൂ. ശരീരത്തിന് അധ്വാനത്തിന് നല്ല കാപ്സ് നല്ല വേണം, പ്രോട്ടീനും വേണം. മൂടഞ്ഞില്ലേ തമ്മിൽ എടുക്കട്ടെ. പൂള തമ്മിൽ ഡിസ്ക് മണ്ണിട്ട് ചെരുപ്പ് പൊടിക്കണേ. ഇനി ചെരുപ്പ് കൃഷി എങ്ങനെ? അപ്പൊ ഞങ്ങൾ ചെരുപ്പൊക്കെ ഞങ്ങൾ മൂടും. അതാണ് ഞങ്ങളെ പ്രത്യേകത. ഞാൻ മൂടിയിട്ടില്ല. ഞാൻ മൂടിയത്. അയ്യോ കുഞ്ഞാപ്പേ വ്ലോഗ് എടുത്തപ്പോ കുഞ്ഞാപ്പ അത് മൂടണ പറയാണ്ട് ചെരുപ്പേരെ വെച്ചിട്ടു. കാണുന്നില്ലല്ലോ. കാക്കേ മണ്ണിട്ട് മൂടൊന്നും അവിടേക്ക്. കാക്ക സംഭവേ കാക്ക കാണാൻ വേണ്ടി അതിന് വേണ്ടി പിന്നെയും മണ്ണിട്ട് ഓരോ ഞായറാഴ്ച ഓരോ തൊടും സന്ദർശിക്കാൻ വരുന്ന എല്ലാ ഞായറാഴ്ചയും ചെരുപ്പ് പോകും. എന്താ ഒരു ചെരുപ്പ് പോയി അടുത്ത ചെരുപ്പ് വാങ്ങണം. ആ ചെരുപ്പ് നല്ല കുഞ്ഞാ പൊട്ടിട്ടില്ലേ? കൊടഞ്ഞപ്പോ തെറിച്ചോ? ചെരുപ്പ് കണ്ടുപിടിച്ച് കാണാൻ എടുക്കട്ടെ. ഡിസ്ക് ശരിയായ ഡിസ്ക്. ഫാമിലി മൊത്തം ഡിസ്കാ. എക്സ്പെഷ്യലി കാക്ക കെട്ടി കൊടുന്ന വലിയൊരു ഡിസ്ക്. ഞാനില്ലട്ടോ നിങ്ങള്. അപ്പൊ തമ്മിലെടുത്തരാം. ചെരുപ്പാണല്ലേ കോലെ ചെരുപ്പടെ കണ്ടത് പറഞ്ഞിട്ട് ഈ ഡിസ്കാളെങ്ങനെ ഞാൻ ക്യാമറ എടുക്കി. ഞാൻ ഒന്നും കാട്ടിട്ടില്ല. കുഞ്ഞാ പോയി ക്യാമറ ഇത് പിടിച്ചാ കുഞ്ഞാപ്പോ മൈക്കോടി പറിച്ചെടുക്ക്. എന്ത് അങ്ങനല്ലേ കാണാതായിട്ടുണ്ട്. നരകണ്ട 3 കൊല്ലാ ചെരുപ്പാ. അത് പോകേണ്ട തന്നെയാണ്.
ഇപ്പോഴെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചിരിക്കും. ഞാൻ ആറ്റ് നോറ്റ് എടുത്തേക്കും. ചെരുപ്പ് ഇപ്പേ ഇങ്ങനെ guys, ഇത് ഓന്റെ ഇക്കാര്യം ചെരുപ്പ് വ്ളോഗിൽ ഇടയിൽ ഉണ്ടാവും. അപ്പൊ കേസ് നിങ്ങൾ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇവനാരോ- ചോദിക്കാം. ഇവനാരോ ആകിയിരിക്കണ സോനു. കാരണം ഇന്നലെ ചെരുപ്പ് പട്ടി ഉണ്ടായല്ലോ. ചെരുപ്പ് ശാപം. ചെരുപ്പ് ശാപല്ലേ? ചെരുപ്പ് ശാപം. ചാല എന്തേലും നമ്മൾ നോക്കിയോടെ തന്നെ കൊറേ നോക്കണേ. അവിടെ എടുക്കാൻ നോക്കി. ഇവിടെ എന്ത് ജിന്നുണ്ട്. എന്റെ ചിന്തക്കാരം സുഹൃത്തുക്കൾ ചെരുപ്പ് ഇല്ല. നിന്റെ ചെരുപ്പാണ് ആകെ കൊണ്ടുപോക്കിയാലോ. എവിടെ നിൽക്കുന്നു? എന്നിട്ട് സുഹൃത്ത് ഞങ്ങള് അപ്പൊ കാര്യം ഓനെ ഓനെ കുറച്ചൊക്കെ പറഞ്ഞേ. ഞാൻ ഉറപ്പിച്ച് വെച്ചാലോ. പക്ഷെ ഞാൻ കണ്ടിരുന്നതാണ്. ഞാൻ ഒളിപ്പിച്ചിട്ടില്ല, ഞാൻ കണ്ടീനി. കണ്ട ശേഷം ഞാൻ കണ്ടന്റ് പറഞ്ഞത്. അപ്പൊ ഈ കഥ ഓർക്കണ്ടേ? കുഞ്ഞാപ്പൂവിന്റെ ചെരുപ്പ് കിട്ടി. അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ അവസാനിച്ചു ഗൈസ്. അപ്പൊ ഞാൻ ചെരുപ്പ് തരാൻ നോക്കിയേനി അവിടെ പോയി വിൽക്കണൊക്കെ നോക്കാൻ വേണ്ടി. ലാഭായി. ഹേയ് ഏയ് 3 ചെരുപ്പ് വീണ്ടും ഇഞ്ചി 6 കൊല്ലം പാടെ. പാരകൻ 100 ചെരുപ്പല്ലേ? 140 എന്നാ പോവാ. അല്ല ഞാൻ പോ പാടത്ത് കണ്ടിട്ട് പാടത്തൊക്കെ ഇട്ട് മുടി കൊത്തി പൗഡർ ഇട്ട് വരുമോ? എന്റെ പെങ്ങളല്ലടാ. അതാണ് എനിക്ക് ശാപം. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. ഇനി എനിക്ക് എനിക്ക് തെറ്റ് പറ്റിയൊക്കെ നോക്കണം. ഇങ്ങനെ തമ്മിൽ എടുക്കട്ടെ. ഇങ്ങനെ തമ്മിൽ എടുക്കട്ടെ. എനിക്ക് വെയിറ്റ് മറ്റേതുകൊണ്ട് ഒക്കെ ഓൾ എടുക്കണം കേട്ടോ. മീൻ പിടിച്ചല്ലോ എനിക്ക് ചാടിയാണോ? അല്ലാതെ ഇപ്പൊ തട്ടിപ്പ് ഷോക്ക് അടിച്ചില്ലല്ലോ. കുഞ്ഞാപ്പാ ഈ വള്ളി ഷോക്ക് അടിച്ചോ? ഇല്ല എന്റെ കാലാടെ കാലേക്കട്ടെ ചാലേക്കണേ മൈക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഗൈസ് നമ്മള് പൂളപ്പറിയൊക്കെ കഴിഞ്ഞു. പൂളപ്പറിയും ചക്ക പട്ടി എനിക്ക് പാടത്ത് ഞാൻ ചെല്ലു കൊണ്ടോണ്ട. പാടത്ത് ഞാൻ ചെറുക്കൊന്നും ഇവിടെ റോളില്ല. ഇരുട്ടുണ്ടല്ലോ ഇപ്പൊ വീണി ഓക്കുണ്ട് ഗൈസ്. അപ്പൊ കുഞ്ഞാപ്പ് പറഞ്ഞ വെച്ചാൽ ഇവിടെ പൂള അങ്ങനെ ആരും പറിക്കില്ല. വാണ്ടിയിലൊക്കെ വന്നാണ്ട് നേരെ എന്താ പൂള പറിച്ചിട്ട് കൊണ്ടുപോകാം. നാട്ടിൽ എല്ലാവരും വരി പൂള പറിച്ചോളി. ലൊക്കേഷൻ വിട്ടരാ. ലൊക്കേഷൻ ഇൻബോക്സിൽ കൊടുക്കാം. കണ്ണൂരിന്ന് കാസർഗോഡ് കോഴിക്കോട് നിന്ന് എല്ലാവരും വന്ന് വേണ്ടി പറിച്ചോളി. ഇഷ്ടം പോലെ പൂളുണ്ട്. പൈസ ഒന്നും വേണ്ട, ഫ്രീ. എല്ലാവർക്കും എൻ്റെ ചിലവ്. അടിച്ചു കയറി വാ. നിങ്ങൾ എന്താ വേണ്ടേ? കപ്പയോ പൂളയോ? പൂള പപ്പടം. അപ്പൊ കേസ് ഏതായാലും നമുക്ക് ഇനി സാധനമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പണ്ടേ ഇമ്മ ഞാന് സ്കൂളിൽ വന്നപ്പോഴേ മഹേന്ദ്ര ബാഹു ബഹുമാനപ്പെട്ട സദർസ്ഥാതി തെന്നി വീണു. അതിന്റെ ചെരുപ്പ് പോയി ഇതാകണേ. എടാ പണ്ട് കള്ളായിത്തമ്മ ഞാൻ സ്കൂളിൽ വന്നപ്പോ ഒരു ദിവസം പറഞ്ഞേ അതിന് കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരിക്കണം, പൂള ബിരിയാണി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഞാൻ നല്ല ഉസാറിന് പൂള ബിരിയാണി എന്നൊക്കെ കേട്ടപ്പോ ചെന്നപ്പോ എന്താ പറയാ ഇറച്ചി പൂളി വെച്ചതാണ്. അപ്പൊ എന്താ പറയാ ഈ മലപ്പുറത്തൊക്കെ പൂള ബിരിയാണി എന്നാ തോന്നുന്നത്. ഇറച്ചി ബിരിയാണിക്ക് പൂള ബിരിയാണി. കപ്പ നിങ്ങള് കമന്റ് നിങ്ങളുടെ നാട്ടിൽ എന്താ കപ്പയാണോ പൂളയാണോ പിന്നെന്താ പേര്? കപ്പ പൂള പിന്നെന്താ ടപ്പിയൊക്കെ ടപ്പി അങ്ങൊക്കെ അറിയില്ല ഇപ്പൊ ഇംഗ്ലീഷില് മരച്ചീനി. ഇതാക്കണേ മരച്ചീനി കൊണ്ട് വരുന്നുണ്ട്. ഒന്ന് വിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമായിരുന്നു. കണ്ടില്ല സോനു പിടിച്ചു. സ്കൂട്ടി ഇറക്കിക്ക. ഇറക്കി കൊണ്ടിരണോ? തേവല കുറച്ച് വലിയ ഞാനല്ല ഓട്ടണ അപ്പൊ എന്തായാലും വലിയ വീടെടുക്കല ചത്തക്കണത്. അപ്പൊ ഗൈസ് ഇനി അതിൽ നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി എന്തെങ്കിലും കാണാം. അല്ലെങ്കിൽ ബൈ. സുഹൃത്തുക്കളെ ഞങ്ങളെ പൂളപ്പറിയും മറ്റേ പരിയും തേങ്ങാപ്പറിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തുമ്പിയുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയും ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുക. ഇത്രേ ഉള്ളൂ ഗൈസ്. നല്ല വേനുണ്ട്. രണ്ടാഴ്ചയായിട്ട് സ്കൂൾക്കും പോയില്ല. അപ്പോൾ ഈ സ്കൂൾക്ക് പോകാൻ തോന്നുന്നില്ല.
ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഇങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായി മൂപ്പരിനെ ട്രോളിന് ആളാണ് എപ്പോഴും ട്രോളിന് ആളാണ് അപ്പോൾ മൂപ്പര് വ്ളോഗ് എടുത്തു നല്ല കോമഡി കാരണം അപ്പോൾ കേസ് ഞങ്ങൾ പൂള പറിച്ചു ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗ് ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് എന്താ വെച്ചാൽ ഒരു ഗേൾ ഫ്രണ്ടിന് ഉണ്ടാക്കിയിട്ട് പേരൊക്കെ കൊണ്ടുവരാം ഉണ്ടാവും എന്നിട്ട് ഇമ്മാനെ ഈ വ്ളോഗ് ഉമ്മ കാണൂലേ ക്യാൻസൽ ഒന്നുമില്ല ഒരു തേങ്ങയില്ല ഇനി ഏതായാലും ചിലപ്പോൾ വരുന്നത് പ്ലേ ബട്ടൻ്റെ കേൾക്കാരം പ്ലേ ബട്ടൺ കിട്ടിയ ഇൻഷാല്ല അപ്പോൾ ഗൈസ് 2 ആഴ്ചയായിട്ട് പേരിൽ പനിച്ചിട്ടും ഈ പല്ല് കാണിച്ചിട്ടും ഇപ്പോഴൊന്നും മര്യാദ സംസാരിക്കാൻ കഴിക്കണം 2 ആഴ്ച ജ്യൂസ് നൂഡിൽസ് ഇന്നലെയാണ് ഞാൻ അഫയൊക്കെ മര്യാദക്കൊന്ന് ഫ്രഞ്ച് ഫ്രൈസ് ബണ്ണി എന്തൊക്കെ തിന്നാരോ ഒറ്റയടിക്ക് പേരൊക്കെ എത്തണേ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ പൂള പറയും ഒക്കെ പറയണല്ലോ അതല്ല പറയും അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കുയ്താട്ടിക്കിട്ട് അവിടെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ആണ് എൻ്റെ ഇവിടെ തുമ്പിയുണ്ട് പിന്നെ ഞാനുണ്ട് ഓല് എല്ലാവർക്കും പൂളിങ്ങനെ വിതരണം ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേന് ലേറ്റ് ആവും അപ്പോൾ ബൈ